ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. മദ്യനയത്തിൽ ചർച്ച നടന്നിട്ടില്ലെന്ന സർക്കാർ വാദം പൊളിയുന്നു. ടൂറിസം ഡയറക്ടർ മദ്യനയത്തിൽ യോഗം വിളിച്ചെന്ന് രേഖകൾ. യോഗം വിളിച്ചത് നയം ചർച്ച ചെയ്യാനല്ലെന്ന് ടൂറിസം ഡയറക്ടറുടെ വിശദീകരണം. മറ്റ് വകുപ്പുകൾ ഇടപെട്ടില്ലെന്നും ടൂറിസം ഡയറക്ടർ. എക്സൈസ് വകുപ്പിന് മറികടന്നുള്ള തിടുക്കം എന്തിനെന്ന് പ്രതിപക്ഷം. ഡൽഹിയിൽ ആശുപത്രിയിലെ തീപിടുത്തത്തിൽ 7 കുഞ്ഞുങ്ങൾ വെന്തുമരിച്ചു. ഒളിവിൽ പോയ ആശുപത്രി ഉടമ അറസ്റ്റിൽ. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ. അന്വേഷണത്തിന് ഉത്തരവിട്ട് ലഫ്റ്റനന്റ് ഗവർണർ. AAP സർക്കാരിനെതിരെ BJP. രാജ്കോട്ടിലെ ഗെയിമിംഗ് സെന്ററിലെ തീപിടുത്തത്തിൽ മരണം 35. ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 2 പെൺകുട്ടികൾ മരിച്ചു. 3 പേരെ രക്ഷപ്പെടുത്തി. റിമാൽ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചു. അർദ്ധരാത്രിയോടെ ബംഗാൾ തീരം തൊടും. കൊൽക്കത്ത വിമാനത്താവളം അടച്ചു. ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ജീവനക്കാരി. അവയവദാനത്തിന് പ്രതിഫലം നൽകാതെ ഏജന്റ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണം. രോഗിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് ജീവനക്കാരിയെ പുറത്താക്കിയതെന്ന് ആശുപത്രി CEO. അവയവക്കടത്ത് കേസ് അന്വേഷണം തമിഴ്നാട്ടിലേക്ക്. KSU ക്യാമ്പിലെ കുട്ടയടിയിൽ നടപടിക്കു സാധ്യത. 3-അംഗ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം തീരുമാനം. കർശന നടപടി വേണമെന്ന് നിലപാടിൽ സംസ്ഥാന നേതൃത്വം. IPL ആവേശപ്പോരിൽ കൊൽക്കത്തയ്ക്ക് മേൽക്കൈ. ഹൈദരാബാദിന് ബാറ്റിംഗ് തകർച്ച. കൊൽക്കത്തയ്ക്കായി മിച്ചൽ സ്റ്റാർക്കും ഹർഷിത് റാണയും 2 വിക്കറ്റ് വീതം നേടി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന സർക്കാരിന്റെ വാദം പൊളിയുന്നു. ടൂറിസം വകുപ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച വിളിച്ച ഓൺലൈൻ യോഗത്തിന്റെ വിവരങ്ങൾ ന്യൂസ് 18 കിട്ടി. ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ അജണ്ട മദ്യനയമായിരുന്നു. നടന്നത് ടൂറിസം മീറ്റിംഗ് ആണെന്നും മറ്റ് വകുപ്പുകളിൽ കൈകടത്തിയിട്ടില്ലെന്നുമാണ് ടൂറിസം വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ സർക്കാരിനെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്നത് എന്തിനെന്നും ടൂറിസം വകുപ്പിന് തിടുക്കം എന്തിനായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന വൻ അഴിമതിയിൽ ബാർ ഉടമകളുമായിട്ടും മാത്രമല്ല ആരുമായിട്ടും ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും പ്രസ്താവനകൾ പച്ചക്കള്ളമാണ്. ഇവര് കഴിഞ്ഞ 2 മാസമായി ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തുകയാണ്. കഴിഞ്ഞ മാസം ആദ്യം ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ പ്രതിമാസ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ മെയ് 21-ാം തീയതി ടൂറിസം വകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൽ ബാർ ഉടമകൾ കൂടി പങ്കെടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച യോഗം വിളിച്ച ടൂറിസം വകുപ്പിന്റെ സൂം മീറ്റിംഗ് ആണ് നടത്തിയത്. ആ സൂമിന്റെ ലിങ്ക് എന്റെ കൈവശമുണ്ട്. അപ്പൊ നിരന്തരമായി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത മെയ് 21-ാം തീയതിയിലെ യോഗത്തിൽ ഈ ഡ്രൈ ഡേയെ കുറിച്ചും ബാറിന്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് എറണാകുളത്ത് ചേർന്ന ബാർ ഉടമകളുടെ യോഗം പണപ്പിരിവിനുള്ള നിർദ്ദേശം നൽകുകയും അത് പുറത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അതിലൂടെ പുറത്തു വരികയും ചെയ്തു. 2 മന്ത്രിമാരും പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. ഔദ്യോഗികമായ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. ബാർകോഴ വിവാദവുമായി ബന്ധപ്പെട്ട് എക്സൈസ് മന്ത്രി MB രാജേഷ് നടത്തിയ വിശദീകരണത്തിന് പിന്നാലെയാണ് ടൂറിസം വകുപ്പ് ഡയറക്ടർ കഴിഞ്ഞ 21-ാം തീയതി ഇത്തരത്തിലൊരു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിരുന്നു. മദ്യനയം ചർച്ച ചെയ്യാനാണ് ഈ മീറ്റിംഗ് വിളിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതിന്റെ സൂം മീറ്റിംഗിന്റെ പാസ്വേഡും IDയും അടക്കം പുറത്തു വന്നത്. അതിനു പിന്നാലെയാണ് ടൂറിസം വകുപ്പ് ഡയറക്ടർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ടൂറിസം ഡയറക്ടർ നൽകിയ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അത് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനായി ചേർന്ന ഒരു മീറ്റിംഗാണ്. അതുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്നാണ് ഈ
വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, പുറത്തു വന്ന സൂം മീറ്റിംഗുമായി ബന്ധപ്പെട്ട അതിന്റെ വിശദാംശങ്ങളിൽ കൃത്യമായി മദ്യനയം എന്ന വാക്ക് തന്നെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യോഗം ചേരുന്നത് എന്നും കൃത്യമായ പരാമർശമുണ്ട്. അത് വലിയ തരത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നടപടിയായി മാറുകയും പ്രതിപക്ഷം അത് ആയുധമാക്കി എടുക്കുകയും ചെയ്യുന്നതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ടൂറിസം വകുപ്പ് ഡയറക്ടർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ബാർക്കോഴ ആരോപണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. വിവാദം വന്നതോടെ എക്സൈസ് മന്ത്രി നാടുവിട്ടു. 3 രാജ്യങ്ങളിലേക്കെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ട് പോകുന്നത് 5 രാജ്യങ്ങളിലേക്കാണ്. എക്സൈസ് മന്ത്രിയുടെ യാത്രയ്ക്ക് കേന്ദ്ര അനുമതിയില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിനായി കേന്ദ്ര ഏജൻസിയെ ചുമതലയേൽപ്പിക്കണം. നമ്മുടെ എക്സൈസ് മന്ത്രി ഈ വിവരം പുറത്തു വരുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം സ്ഥലം വിട്ടു. അദ്ദേഹം 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിനാണ് അദ്ദേഹം പോയിരിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു അഴിമതി, പണം വാങ്ങി നയം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് സാധാരണഗതിയിൽ ഊഹിക്കാം. അതുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം വസ്തുതകൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. എറണാകുളം ആലുവയിൽ 12 വയസ്സുകാരിയെ കാണാതായി. കുട്ടി സ്വമേധയാ പോയതെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ ഇവിടെ താമസിക്കാൻ മാനസികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് കുട്ടി പറഞ്ഞിരുന്നതായാണ് വിവരം. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, എന്താണ് സംഭവിച്ചത്? ഈ 12 വയസ്സുകാരിയൊക്കെ സ്വമേധയാ പോവുക എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കാണണമല്ലോ. രഞ്ജിത്ത്, മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടി 5 മണിയോടെയാണ് കാണാതായിട്ടുള്ളത്. മനസ്സിലാക്കുന്നത് അമ്മ സെക്കൻഡ് മാരേജിലേക്ക് പോയൊരു സാഹചര്യത്തിൽ പെൺകുട്ടിയെ ഇവിടെ ആലുവയിലേക്ക് കൊണ്ടുവന്നു. ഈ ഒരു 2 മാസമായി കുട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിരുന്നു, പക്ഷെ പറ്റുന്നില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തി എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് അമ്മയോട് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, എനിക്കിവിടെ പറ്റുന്നില്ല, അതുമായിട്ട് മാനസികമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല, അമ്മയോട് അങ്ങനെ സൂചിപ്പിച്ചതായി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും സ്വന്തം ഇഷ്ടപ്രകാരമാണ് പെൺകുട്ടി ഇറങ്ങിപ്പോയത് വീട്ടിൽ നിന്നും എന്നാണ്, സുഹൃത്തിനോടൊപ്പമാണ് എന്നാണ്. അതില് കൃത്യമായ ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു ഊഹമുണ്ട്. പക്ഷെ തട്ടിക്കൊണ്ടു പോകലല്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. ആരും തട്ടിക്കൊണ്ടു പോയതല്ല. പക്ഷെ 12 വയസ്സുകാരി ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്, നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ 2 ഇടങ്ങളിലായി ഉണ്ടായ തീപിടുത്തത്തിൽ 7 നവജാത ശിശുക്കൾ ഉൾപ്പെടെ 10 പേർ മരിച്ചു. കിഴക്കൻ ഡൽഹിയിലെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലും കൃഷ്ണനഗറിലെ ഫ്ളാറ്റിലുമാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവിട്ടു. അപകടശേഷം ഒളിവിൽ പോയ ആശുപത്രി ഉടമ ഡോക്ടർ നവീൻ കിച്ചിക് അറസ്റ്റിലായി. ഇതിനിടെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 35 പേർ മരിച്ചു. രാജ്കോട്ട് ഗെയിമിംഗ് സെന്റർ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് ഡൽഹിയിൽ ദാരുണ സംഭവമുണ്ടായത്. രാത്രി 11:30യോടെയാണ് കിഴക്കൻ ഡൽഹി വിവേക് വിഹാറിലെ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായത്. 3 നിലകളിലുള്ള ആശുപത്രിയിൽ തീ പടരുമ്പോൾ 12 കുട്ടികളായിരുന്നു ചികിത്സയിൽ. രക്ഷപ്പെടുത്തിയ 5 കുഞ്ഞുങ്ങളെ കിഴക്കൻ ഡൽഹി അഡ്വാൻസ് NICUയിൽ പ്രവേശിപ്പിച്ചു. സമീപത്തെ അപ്പാർട്ട്മെന്റുകളിലേക്കും തീ പടർന്നു. ഓക്സിജൻ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. It was a very tough operation. We made 2 teams. One team started firefighting because there was a blast of cylinders. We can say chain of blast of cylinder. So we have to save ourselves also. So we made 2 teams. One team started rescue operation for babies. And second team started firefighting operation. Unfortunately, we could not save all the children. ആശുപത്രി കേന്ദ്രീകരിച്ച് ഉടമകൾക്ക് ഓക്സിജൻ സിലിണ്ടറുകളുടെ വിൽപ്പന ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ ആരോപിച്ചു. हम कहते थे एक जना एयरलो क्योंकि हम बिलेंसर भर्ती करा था, पर बिलेंसर भी एक परमानेंट रहा, मैं वहाँ पर 3 दिन भर्ती रहा, तो वहाँ पर तो रहने देते, ये रहने नहीं देते.
पूरे दिन में 24 घंटे में बस एक बार दिखाते थे। इग्नोर कर गया, मैंने कहा कोई बिजली का शॉर्ट सर्किट हुआ होगा। दूसरी बार फिर आवाज आई थोड़ी देर में, फिर मैं उठा, वहाँ से चला थोड़ी दूर पे, तो वहाँ से देखा तो मुझे धुआं दिखाई दिया। फिर मैं आगे चला, मैंने बच्चे से कहा, मैंने कहा देखना जरा, 1 मिनट आया, पता नहीं क्या हो गया। കിഴക്കൻ ഡൽഹിയിലെ തന്നെ ഷാദ്രയിലെ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ 3 പേർ മരിച്ചു. 4 നിലകളിലുള്ള അപ്പാർട്ട്മെന്റിന് താഴെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളിൽ നിന്നാണ് 1ാം നിലയിലേക്ക് തീ പടർന്നത്. മുകളിലെ നിലയിൽ താമസിച്ചിരുന്ന 12 പേരെ രക്ഷപ്പെടുത്തി. ഗുജറാത്തിലെ രാജ്കോട്ടിൽ തീപിടുത്തമുണ്ടായ ഗെയിമിംഗ് സെന്ററിന് അഗ്നിശമന സേനയുടെ NOC ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തി. താൽക്കാലിക കെട്ടിടത്തിലാണ് ഗെയിമിംഗ് സെന്റർ പ്രവർത്തിച്ചിരുന്നത്. വെൽഡിംഗ് ജോലികൾക്കിടെയാണ് തീ പടർന്നതെന്നും സമീപത്ത് സൂക്ഷിച്ചിരുന്ന പ്ലൈവുഡിന് തീപിടിച്ചത് തീ ആളിപ്പടരാൻ കാരണമായെന്നും ഫയർഫോഴ്സ് അറിയിച്ചു. അവധി ദിവസമായതിനാൽ കുട്ടികളും രക്ഷിതാക്കളും കൂടുതലായി എത്തിയതും കെട്ടിടത്തിന് ഇടുങ്ങിയ പ്രവേശന കവാടമായതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. ഗെയിമിംഗ് സെന്റർ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ജ്വാലാലക്ഷ്മി, മേഘ എന്നിവരാണ് മരിച്ചത്. വടക്കൻ പറവൂർ കോഴിത്തുരുത്ത് മണൽ ബണ്ടിന് സമീപമായിരുന്നു അപകടം. പ്രദേശവാസികളായ 5 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. 3 പേരെ രക്ഷപ്പെടുത്തി. ഇന്ന് രാവിലെയോടെയാണ് സംഭവം നടക്കുന്നത്. രാവിലെ 11 മണിക്കാണ് പുത്തൻവേലിക്കര, പറവൂരിനടുത്തുള്ള പുത്തൻവേലിക്കരയിൽ ചാലക്കുടി പുഴയുടെ കൈവഴിയിൽ ഇവർ 5 പേരടങ്ങുന്ന സംഘം കുളിക്കാനിറങ്ങിയത്. ഈ 5 പെൺകുട്ടികളും ഇവരെല്ലാവരും തന്നെയും ബന്ധുക്കളും അതോടൊപ്പം തന്നെ തൊട്ട അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നു. ഇവർ 11 മണിയോടുകൂടി പുഴയിലേക്ക് എത്തുകയും കുറച്ചു നേരം അവരവിടെ ചെലവഴിച്ചു എന്നാണ് പരിസരത്തുണ്ടായിരുന്നവർ പറയുന്നത്. കക്കവാരുന്ന തൊഴിലാളികളടക്കം ആ പരിസരത്തുണ്ടായിരുന്നപ്പോൾ ഇവർ പുഴയുടെ സമീപത്ത് നിന്ന് അവർ പുഴയിൽ കുളിക്കുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ ഒഴുക്കിൽപ്പെടുന്നത്, അതായത് താഴ്ന്നു പോകുന്നത് പോലെ ശ്രദ്ധയിൽപ്പെടുന്നു. മറ്റു കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഇവിടേക്ക് എത്തുമ്പോഴേക്കും പലരും ഈ വെള്ളം കൂടി ഒഴുക്കിലേക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു കാര്യങ്ങൾ. കക്ക വരുന്ന തൊഴിലാളികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും തന്നെ വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുകയായിരുന്നു. 2 പേരെ വളരെ പെട്ടെന്ന് കരക്കെത്തിച്ചു. 3ാമത്തെ ഒരാളെയും കൂടി അവർ ഇവിടെ കരയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവന്നു. ഫയർഫോഴ്സും വിവരമറിഞ്ഞ സ്ഥലത്ത് എത്തിയിരുന്നു. അവരും തെരച്ചിൽ തുടങ്ങിയിരുന്നു. മറ്റു 2 പെൺകുട്ടികൾ, അതിൽ 2 പേരെയും കണ്ടെത്തുമ്പോൾ മേഘയും ജോലയും തന്നെ കണ്ടെത്തുമ്പോൾ തീർത്തും അവശരായിരുന്നു. ഒരാൾ ആ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. മറ്റൊരാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും പിന്നീട് മരണപ്പെടുകയായിരുന്നു. ഈ സ്ഥലത്ത് പെട്ടെന്ന് നീരൊഴുക്ക് കൂടിയോ എന്നൊരു സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് സമീപത്തുള്ള കണക്കൻ കടവ് റെഗുലേറ്റർ ബ്രിഡ്ജുണ്ട്. അവിടുന്ന് വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് തുറന്നു വന്നു എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ കുട്ടികൾ ആ പരിസരത്ത് നിന്ന് കുളിക്കുന്നതായി കുറേ നേരമായ ആളുകൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് മഴ കൂടി അതോടൊപ്പം തന്നെ നീരൊഴുക്ക് കൂടി ഈ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായപ്പോൾ ഇവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ നടന്നതുകൊണ്ടാണ് 3 പേരെയും എങ്കിലും തിരിച്ച് കരയിലേക്ക് എത്തിക്കാനെല്ലാം തന്നെ സാധിക്കുകയും ചെയ്തത്. ഈ പ്രദേശത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു ഇത്. 2 പേരുടെ മരണം ഒരു ചുറ്റുപാടുമുള്ള പ്രദേശത്തെല്ലാം തന്നെ വളരെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുന്നു. ബന്ധുക്കൾ ആയവരുണ്ട്, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത വീടുകളിൽ തന്നെ താമസിക്കുന്നവരാണ് പലരും. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ നിന്നും സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെ കാർ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന 3 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിനടുത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കാണാം, ദേശീയപാതയിൽ നിന്നും താഴേക്കുള്ള മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കുള്ള വഴിയാണിത്. ഈ വഴിയിലേക്ക് തിരിയുന്നതിനിടെയാണ് മാവൂർ സ്വദേശിയായ രാജേന്ദ്രനും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ഈ പ്രധാന റോഡിൽ നിന്നും താഴേക്ക് വീണ വാഹനം പൂർണ്ണമായി ഒരു കാനയിലേക്ക്, വെള്ളം ഒഴുക്കുള്ള ഒരു തൊട്ടിലേക്ക് വീണ് കിടക്കുന്ന അവസ്ഥ തന്നെയുള്ളത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാർ, എന്താണ് സംഭവിച്ചത്? വഴിയിൽ കൂടെ നിങ്ങൾ പോവുകയായിരുന്നു, ആ സമയത്താണ് സ്ലിപ്പായത്? കൂടി ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നു, അതിലും സ്ലിപ്പായി പോയത്. ആ റോഡിന്റെ ലെവലിൽ എന്റെ ഇടുക്കൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാൻ അറിയില്ല, അത് കൂടി അതിലിങ്ങോട്ട് മാറിപ്പോയതാണ്. വാഹനം നേരെ പോന്നു. നേരെ പോന്നു. നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ട? എല്ലാവരും ആൾക്കാരെല്ലാരും കൂടി വന്ന് സഹായിച്ചു. ഞങ്ങള് ആർക്കും പരിക്കൊന്നുമില്ല? പരിക്കൊന്നും കയറിയിട്ട് പറ്റിയിട്ടില്ല. വാഹനം വെള്ളത്തിലേക്ക് പോയി. വാഹനം വെള്ളത്തിലേക്ക് പോയത് അങ്ങനെ ഒന്നുകൊണ്ട് പിന്നെ ഒന്നും പറ്റിയില്ല.
നിയന്ത്രണം കിട്ടിയില്ല കാലിന് അല്ലേ? ഇതിപ്പോ ആ മെയിൻ റോഡിൽ നിന്ന് ആ ഇട റോഡിലേക്ക് ഇറങ്ങി ഈ റോഡിലേക്ക് ഇറങ്ങി റോഡിൽ എങ്ങനെ നിങ്ങളുണ്ടായിരുന്നു ഇവിടെ? നമ്മളോട് എങ്ങനെയായിരുന്നു അതുപോലെ അവിടുന്ന് വണ്ടി തിരിച്ചിട്ട് ഇതിലെ എടുത്താണ് എടുത്തപ്പോൾ ഇങ്ങനെ സ്ലിപ്പായപ്പോൾ മറിഞ്ഞത്. താഴേക്ക് മറിയായിരുന്നു. നിങ്ങളെല്ലാം ഓടി വന്നാ പോകുന്നത്? നമ്മൾ തന്നെ മൂപ്പർ കൈക്കലാക്കി കൊടുത്ത കാര്യങ്ങളൊക്കെ ഇറക്കി ഉടനെ വണ്ടി ഇങ്ങോട്ട് അപ്പൊ അതിന് ഒന്നുമില്ലാതെ കുട്ടികൾക്കും മൂപ്പർക്ക് ഫാമിലിക്കും ഒന്നുമില്ലാതെ കൈക്കലാക്കി കൊടുത്തു. എന്തായാലും പെട്ടെന്ന് തന്നെ ആളുകൾ എത്തുകയും താഴേക്ക് വാഹനം മാറുകയുമായിരുന്നു. ആളുകൾ ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ കൂടെ ഉണ്ട്. ഇപ്പോൾ എങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുമോ? അവരൊക്കെ സഹായിച്ചതാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, അവർ സഹായിച്ചതാണ്. ഇവിടെ ഉണ്ടായിരുന്ന കാണാനുണ്ടായിരുന്ന ആളുകൾ സഹായിച്ചതാണ് ഞങ്ങളെ. ആർക്കൊന്നും പറ്റിയിട്ടില്ല, സേഫായി. എന്തായാലും വലിയ ആശ്വാസമാണ്. കാരണം വണ്ടി താഴേക്ക് ദിശ തെറ്റി വന്നപ്പോൾ തന്നെ ഇവിടെയുള്ള നാട്ടുകാർ ഇടപെടുകയും അവരെ വാഹനത്തിൽ നിന്ന് സുരക്ഷിതമായി മാറ്റുകയും ചെയ്തു. 3 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കടയിൽ പോയ ശേഷം, ഈ ഷോപ്പിങ്ങിന് പോയ ശേഷം മടങ്ങിയെത്തും വഴിയിലാണ് ഈ സംഭവം ഉണ്ടായത്. എന്തായാലും വാഹനം പൂർണ്ണമായി തന്നെ ഇപ്പോൾ കാനയിലേക്ക് വീണ് കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലും ആളുകൾക്ക് പെട്ടെന്ന് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിഞ്ഞതുമാണ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത്. അല്ലെങ്കിൽ അപകടത്തിൽ ഒരു പരുക്കും ആർക്കും പറ്റാതെ വാഹനം മാത്രം ഇപ്പോൾ ഏതാണ്ട് നാശത്തിലേക്ക് നീങ്ങിയിരുന്നെങ്കിലും ഉള്ളിലുള്ള ആളുകൾക്ക് യാതൊരു അപകടവും കൂടാതെ രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്തിരിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നു. ഇന്ന് അർദ്ധരാത്രിയോടെ ചുഴലിക്കാറ്റ് ബംഗാളിലെ തീരം തൊടുമെന്നാണ് സൂചന. ചുഴലിക്കാറ്റിനെ തുടർന്ന് കൊൽക്കത്ത വിമാനത്താവളം അടച്ചു. നിരവധി തീവണ്ടികളും റദ്ദാക്കി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ചെറിയ സ്കോറിൽ തളച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 113 റൺസിന് പുറത്തായി. കൊൽക്കത്തയ്ക്കായി ആന്ദ്രെ റസൽ 3ഉം മിച്ചൽ സ്റ്റാർക്ക്, ഹർഷിത് റാണ എന്നിവർ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഏകപക്ഷീയമാവുകയാണോ മത്സരം? രഞ്ജിത്ത്, തീർച്ചയായും. അതായത് IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചെറിയ ഫൈനലിൽ ഏറ്റവും ചെറിയ സ്കോർ തന്നെ പടുത്തുയർത്തിയാണ് ഇപ്പോൾ ഹൈദരാബാദ് 113 റൺസിന് പുറത്താകുകയും ചെയ്തിരിക്കുന്നത്. കൊൽക്കത്തയ്ക്ക് ഒരു ഈസി വാക്ക് ഓവർ എന്ന രീതിയിലേക്ക് കളി മാറുമെന്നുള്ള കാര്യമാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും കൊൽക്കത്തയ്ക്കായി ആന്ദ്രെ റസൽ 3 വിക്കറ്റും മിച്ചൽ സ്റ്റാർക്ക്, ഹർഷിത് റാണ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തുകയും ചെയ്തു. പാറ്റ് കമ്മിൻസ്, അതായത് ഹൈദരാബാദിന്റെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന് മാത്രമാണ് അല്പമെങ്കിലും ഈ കൊൽക്കത്ത ബൗളർമാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. മറ്റാർക്കും തന്നെ കൃത്യമായി മുൻകാലങ്ങളിൽ നമുക്കറിയാം ഈ IPLന്റെ ലീഗ് മത്സരങ്ങളിലൊക്കെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയിട്ടുള്ള ടീം കൂടിയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഏറ്റവും കൂടുതൽ തവണ 200 മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള ഒരു ടീം കൂടിയായിരുന്നു ഹൈദരാബാദ്. ഇത്തവണത്തെ IPLന്റെ സവിശേഷത കൂടി അതുകൊണ്ട് തന്നെയായിരുന്നു. അതുതന്നെയാണ് ഈ IPL ഫൈനലിലേക്ക് വരുമ്പോൾ കൊൽക്കത്തയ്ക്കെതിരെ ഒരു മികച്ച സ്കോർ പടുത്തുയർത്തി IPL ചരിത്രത്തിൽ തന്നെ ഫൈനലിലെ ഏറ്റവും ഉയർന്ന സ്കോർ പടുത്തുയർത്തുമെന്നുള്ള ഒരു ആകാംക്ഷയോട് കൂടിയായിരുന്നു ഈ ഒരു മത്സരത്തെ ഈ ആരാധകർ കാത്തിരിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊരു വലിയ തിരിച്ചടി നൽകുന്ന ഒരു പ്രകടനമായിരുന്നു ഹൈദരാബാദ് ബാറ്റ്സ്മാൻമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ഓപ്പണിംഗ് വിക്കറ്റിൽ തന്നെ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും റണ്ണൊന്നും എടുക്കാതെ ട്രാവിസ് ഹെഡ് പുറത്താകുന്നു. പിന്നീട് അഭിഷേക് ശർമ്മ 2 റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തു. അതോടുകൂടി തന്നെ ഹൈദരാബാദിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീടെത്തിയ രാഹുൽ ത്രിപാഠിക്കും ഒപ്പം തന്നെ എയ്ഡൻ മാർക്കിനും കാര്യമായി പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പിന്നീടെത്തിയ നിതീഷ് റെഡ്ഡിയും ഹെൻറിച്ച് ക്ലാസിനും ചേർന്ന് ഇന്നിംഗ്സ് പടുത്തുയർത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും തന്നെ ഇരുവരുടെയും വിക്കറ്റ് അടുത്തടുത്ത, അതായത് നിതീഷ് റെഡ്ഡിയുടെ വിക്കറ്റ് ആദ്യം പോകുന്നു. പിന്നീടെത്തിയ ഷഹബാസ് അഹമ്മദിനും അബ്ദുൾ സമദിനും കാര്യമായി പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഒടുവിൽ പാറ്റ് കമ്മിൻസ് നായകൻ തന്നെ രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. തുടർന്ന് ഹെൻറിച്ച് ക്ലാസിനും പാറ്റ് കമ്മിൻസും ചേർന്ന് വലിയൊരു സ്കോറിലേക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും തന്നെ അത് പിന്നീട് കാണാൻ സാധിച്ചില്ല. ക്ലാസിന്റെ വിക്കറ്റ് പിഴുത് ഹർഷിത് റാണ ഒരു പ്രഹരം ഏൽപ്പിക്കുന്നു. തുടർന്ന് തൊട്ടടുത്ത ഓവറുകളിൽ തന്നെ പത്തി മടക്കി ഹൈദരാബാദ് ബാറ്റ്സ്മാൻമാർ കൂടാരങ്ങൾ കയറുന്നതാണ് കാണാൻ സാധിച്ചത്. എന്തായാലും 114 റൺസ് എന്നുള്ള താരതമ്യേന ചെറിയ സ്കോർ തന്നെയാണ് ഈ IPLലെ തന്നെ താരതമ്യേന ചെറിയ സ്കോർ തന്നെയാണ് ഹൈദരാബാദ് ഇപ്പോൾ ഒടുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഒരു ഈസി വാക്ക് ഓവർ എന്ന രീതിയിൽ ക്വാളിഫയറിലെ ആദ്യ ക്വാളിഫയർ മത്സരത്തിൽ ഏത് തരത്തിലാണോ കൊൽക്കത്തൻ ബാറ്റ്സ്മാൻമാർ പ്രതികരിച്ചത് അതേ രീതിയിൽ തന്നെയുള്ള ഫോമിൽ ശ്രേയസർ അടക്കമുള്ള ബാറ്റ്സ്മാൻമാർ ഇന്നത്തെ മത്സരം വിജയിപ്പിക്കാനാകും. 3ാം കിരീടം കൊൽക്കത്തയ്ക്ക് തന്നെ ആകുമെന്നുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്താനാകുന്നത്. അതാണ് ഇപ്പോഴത്തെ IPL ഫൈനലിന്റെ സാഹചര്യം. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ജീവനക്കാരി. അവയവദാനത്തിന് ശേഷം ഏജന്റിൽ നിന്ന് പീഡനം നേരിട്ട യുവതിയാണ് ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്. അവയവദാന ഏജന്റിനെ സംരക്ഷിക്കാൻ തന്നെ ജോലിയിൽ നിന്നും ഒഴിവാക്കി. ആശുപത്രിക്ക് സ്റ്റാഫിനേക്കാൾ വലുത് ഏജന്റുമാരാണെന്നും ലേക്ക് ഷോറിലെ മുൻ ജീവനക്കാരി ന്യൂസ് 18നോട് പറഞ്ഞു. എത്ര രൂപ ഓഫർ ചെയ്തിട്ടാണ്? എനിക്ക് 8.5 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിരുന്നത്.
അല്ല എത്ര തന്നു? എനിക്ക് 3.5 ലക്ഷം രൂപ. അത് ഞാൻ എൻ്റെ ഒരു പൊട്ടത്തരത്തിന് പറഞ്ഞു പോയത് കൊണ്ടിട്ടാണ്. അത്രയും ഇപ്പം മതി തരുമെന്നുള്ള ഒരു ഇതിൽ വന്നാൽ പിന്നെ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ അവർ കുറേ പിന്നെ വേറെ രീതിയിലൊക്കെ ഉപദ്രവിച്ച് അതിൻ്റെ പേരിൽ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയ പോലെയാണ്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വേറെ ഡോണേഴ്സിനെയൊക്കെ നമ്മളെ എത്തിച്ചു കൊടുക്കണമെന്നുള്ള നിബന്ധനയിലൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ എനിക്ക് എൻ്റെ പൈസയുടെ ഒരിതിൽ ഞാൻ കൊണ്ട് കേസ് കൊടുത്തു. സാറ് ചോദിച്ചിട്ടൊക്കെ ഞാൻ ആ രീതിയിലാണ് സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ ഇയാളുടെ ഇത് കൊടുത്ത ഉടനെ തന്നെ വക്കീലിനെ വിടുകയാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇരിക്കുക ചെയ്ത് വക്കീൽ വന്നിട്ട് വക്കീൽ എന്നോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ സാമ്പത്തികത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു 1 രൂപ പോലും തരില്ല. എനിക്ക് എവിടം വരെ പോകാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കിത് എന്ത് ചെയ്യണമെന്നും അറിയാം, 1 രൂപ പ്രതീക്ഷിച്ചിരിക്കണ്ട. അങ്ങനെയാണ് പോലീസിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് പോയത്. പോലീസ് ചേച്ചി കൊടുത്ത പരാതിയിൽ എന്ത് നടപടിയെടുത്തു? ആദ്യമേ ഇവരൊരു നടപടി എടുത്തില്ല. കുറേ ദിവസം ഞാൻ വിളിച്ച് അവിടെ ചെന്ന് ചോദിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ 1-2 സാറന്മാരൊക്കെ എനിക്ക് അനുകൂലമായിട്ട് അവരെന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. ഇവർ തന്നെ കൊടുക്കാനുള്ള എല്ലാ വഴിയും ഒപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ ജോലി കളയിപ്പിച്ചു. അതേസമയം സർക്കാർ അംഗീകാരമുള്ള രോഗികളെ മാത്രമേ സർജറിക്ക് വിധേയരാക്കൂ എന്ന് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ CEO ജയേഷ് വി നായർ പറഞ്ഞു. ആശുപത്രിക്ക് ഒരു ഏജന്റുമാരുമായി ബന്ധമില്ല. ആരോപണമുന്നയിച്ച സ്ത്രീ ആശുപത്രി ജീവനക്കാരി ആയിരിക്കുമ്പോൾ രോഗിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അതിനാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. ഹോസ്പിറ്റലിന്റെ നിയമത്തിന് വിരുദ്ധമായി അവർ പ്രവർത്തിച്ചതുകൊണ്ടാണ് നടപടി ഉണ്ടായതെന്നാണ് വിശദീകരണം. അവയവക്കടത്ത് കേസിൽ അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ. കൂടുതൽ ഇരകളെ കണ്ടെത്താനാണ് അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചത്. കേസിൽ പിടിയിലായ സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. അവയവക്കടത്ത് കേസിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ അവയവ ദാതാക്കൾ എന്ന പേരിൽ ഇവർ കൂട്ടിയിരുന്ന ഈ സംഘം കടത്തിയിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നീങ്ങുന്നത്. ഇവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങളാണ് കൂടുതലായും നടക്കുന്നത്. പ്രതിയായ സബിത് നാസർ 20ഓളം പേരെ ഈ രീതിയിൽ അവയവത്തിന് വേണ്ടി മാത്രമായിട്ട് ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ മാത്രമാണ് മലയാളി എന്ന് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അത് മലയാളി ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അന്വേഷണ സംഘം ഏറെക്കുറെ അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ബാക്കിയുള്ളവരെ കേന്ദ്രീകരിച്ച് അവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഇതിൽ കൂടുതൽ പേര് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് എന്നും കൂടി സ്ഥിരീകരിക്കുന്നു. തമിഴ്നാട്ടിലെ തികച്ചും സാധാരണക്കാരായ ആളുകൾ, കൂടുതലും സ്ത്രീകളാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. താഴ്ന്ന വരുമാനക്കാരായ ഇവരെ പലതും പ്രലോഭിപ്പിച്ചുകൊണ്ട് പണം നൽകാമെന്ന്, വലിയ രീതിയിൽ പണം നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഈ സംഘം കെണിയിൽ വീഴ്ത്തുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവരിലേക്ക് എത്താൻ വൈകാതെ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ഈ റാക്കറ്റിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള സജിത ശ്യാം, ഇയാൾ ഈ കണ്ണിയിൽ ഇവിടെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന ആളാണ്. സാമ്പത്തിക കാര്യങ്ങളടക്കം ഇയാൾ നിയന്ത്രിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇയാളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മറ്റൊരാൾ കൊച്ചി സ്വദേശിയായ മധുവാണ്. ഇയാൾ ഇപ്പോഴും ഇറാനിൽ തന്നെ തുടരുന്നു എന്നതാണ്. ഇറാനിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ള നാസറിനൊപ്പം തന്നെയാണ്, സബിത്തിനൊപ്പം തന്നെയാണ് ഇയാൾ ഉണ്ടായിരുന്നത് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ 2 പേരും ചേർന്നാണ് കേരളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി കൂടുതൽ പേരെ ഈ അവയവ കടത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്തത് എന്നതാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള ഈ മറ്റ് കണ്ണികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അവരിലേക്ക് കൂടി അന്വേഷണം ഉണ്ടാകും. വൈകാതെ കൂടുതൽ അറസ്റ്റുകൾ ഈ കേസിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഏജൻസികളടക്കം ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിന് പുറത്ത് ഇങ്ങനെയൊരു മാഫിയയുടെ ഭാഗമായി സംസ്ഥാനത്ത് നിന്നും അതോടൊപ്പം രാജ്യത്ത് തന്നെയുള്ളവർ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇവരെ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഈ അന്വേഷണം തുടരുന്നുണ്ട്. അവർ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വൈകാതെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6610, പവന് 52,880. സ്വർണം 18 ക്യാരറ്റ് 5520, പവന് 44,160. വെള്ളി ഗ്രാമിന് 96, കിലോയ്ക്ക് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.